guys, welcome back to my YouTube channel. It's me Aradi Kunju. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ചെടീൻ്റെ വ്ളോഗാണ്. ചെടി ഇല്ല ഇത് കൃഷി ലൈഫാണ്. അപ്പോൾ ഇത് നോക്ക്, എൻ്റെ ബാക്കിൽ കാണാൻ നമുക്ക് തുളച്ച് നിറയെ കാട് പോലെ മുറിച്ചിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇതിൻ്റെ തൈ കൊടുക്കുന്നത് ഒരു ലാഷ് ഇട്ടുള്ള അപ്പഴത്തേക്കും ഇതേപോലെ കാട് പോലെ ആൾക്കാർക്ക് നടക്കാൻ വലിയ സ്ഥലമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ കാട് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ മിൻ്റൊക്കെ ഉണ്ട്. മിൻ്റെന്ന് വെച്ചാൽ പുതിന എല്ലാതും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പുതിന എല്ലാതും യൂസ് ചെയ്യാറ് പ്രത്യേകിച്ച് ചായക്കും അതേപോലെ ലൈമിനുമാണ്. പിന്നെ അതേപോലെ ഈ തുളസി യൂസ് ചെയ്യുന്ന ഫിലിപ്പീനുകളുടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ആ ആൾക്കാർ ചോദിക്കും കുക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളിത് കുക്ക് ചെയ്യാറൊന്നുമില്ല. കാരണം ഞങ്ങൾക്ക് കുക്ക് ചെയ്യാനൊന്നും അറിയില്ല. ഇത് വെച്ചിട്ടൊന്നും എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല. അതേപോലെ തന്നെ ഇത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് പനിയും ചുമയൊക്കെ വരുമ്പോൾ അതിന് വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതും പിന്നെ കഞ്ഞിക്കുറുക്കയുണ്ട് കേട്ടോ. കഞ്ഞിക്കുറുക്ക പിന്നെ ആ സൈഡിലാണ്. പിന്നെ നമ്മൾ അവിടെ പോയി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കഞ്ഞിക്കുറുക്ക ഇത്ര ഉള്ളൂ കേട്ടോ. കാരണം നിറയെ ഉണ്ടായിരുന്നു. അത് നമ്മൾക്ക് പനിയൊന്നും വരാത്ത ടൈം ആയതുകൊണ്ട് അമ്മയും കൂടിയിട്ട് ഫുള്ള് പറിച്ച് കളഞ്ഞു കേട്ടോ. പിന്നെ അതിൻ്റെ പിറ്റേന്ന് തൊട്ടുവാണെങ്കിൽ എല്ലാവർക്കും പനി വന്നിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് അവർക്ക് കൊടുത്തിട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് നട്ടോന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അവരിപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊന്നും ഇപ്പോൾ ചോദിക്കുന്നില്ല. ഇനി ഇത് നമ്മൾ നട്ടു കേട്ടോ. പിന്നെ ഇതൊരു ഓമല എൻ്റെ ഇതാണ് കേട്ടോ. ഓമല പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പൂവ് പറിച്ചിട്ട് എനിക്ക് സ്മെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ദിവസം പറിച്ചിട്ട് സ്മെല്ല് ചെയ്തു. അപ്പം അമ്മേനോട് പറിച്ചിട്ട് അമ്മയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സോറി എന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം അമ്മ കാണാതെ ഞാൻ ഇതിന് 2 പൂവ് പറിച്ചു. എന്നിട്ട് അമ്മ ക്യാമറയ്ക്കോട് കണ്ടിട്ട് എന്നെ കുറേ അടിച്ചിട്ട ഗൈസ്. ഇനി ഇത് നല്ല ഭംഗിയിൽ ഓമല നോക്ക്. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അതിൻ്റെ പൂവുള്ളതുണ്ട്. പൂവ് വളർന്നിരുന്ന ഫുള്ള് ഞാൻ പറിച്ചെടുത്ത്. അതുകൊണ്ട് പിന്നെ കാണാനൊന്നുമില്ല. പിന്നെ ഇവിടെ നിറയെ മിൻ്റൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചായക്കും ലൈമിനൊക്കെയാണ് യൂസ് ചെയ്യുക കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല സ്മെല്ലുമാണ് കേട്ടോ. പൊട്ടിച്ച് തിന്നാൻ തോന്നും പച്ചക്കുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. ഇത് വെച്ചിട്ട് ചട്ടിനിയൊക്കെ ഉണ്ടാക്കാം. ഇത് വെച്ചിട്ട് എനിക്ക് ചട്ടിനി ഉണ്ടാക്കാനൊന്നും അറിയില്ല. എൻ്റെ അമ്മയ്ക്ക് അറിയാമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പോണത് ഇതൊരു മുളക് ചെടിയായിരുന്നു. മുളകൊക്കെ പോയിട്ടാണ്. ഇത് നോക്കുകയാണെങ്കിൽ ചീര കേട്ടോ. ചീര പിന്നെ സമ്മർ സീസണിൽ എല്ലാ സീസണിലും ഉണ്ടാവും. ഇപ്പോൾ സമ്മർ സീസണിൽ കോവയ്ക്കൊക്കെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കോവയ്ക്ക് ഒരെണ്ണം പോലും കേട്ടോ. കൂടുതൽ അധികം അപ്പോൾ സൗണ്ട് വെക്കണ എൻ്റെ മറ്റേ വീട്ടിൽ തുണിയാട്ട. ഇത് പിന്നെ ഇവിടെ കുറേ ചീരയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചീരയൊക്കെ ഞങ്ങൾ എല്ലാ സീസണിലും ഈ ചീരയാണ് ഉണ്ടാവാറ്. ഈ ചീര തീരെ പോകില്ല. ഇത് പിന്നെ എല്ലാ സീസണിലും ഉണ്ടാവാറുണ്ട്. പിന്നെ അച്ഛന് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയുള്ളത് നമ്മുടെ മറ്റേ ബ്രിഞ്ചാളും പുതിന ടൊമാറ്റോ അതൊക്കെയാണ് ഉണ്ടാക്കിയില്ല. നിറയെ വളർത്തിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ. പിന്നെ കോവയ്ക്കാണ് അതിനെക്കാട്ടി കൂടുതൽ കുറേ ഉണ്ടായിട്ട് എല്ലാത്തിനെക്കാട്ടി കൂടുതൽ കോവയ്ക്ക ഉണ്ടായിരുന്നു. നല്ല കോവയ്ക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഒരു ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏത് ടൈമിൽ എനിക്കിപ്പോൾ ഓർമ്മയില്ല. പിന്നെ ഇത് നിറയെ ചെടി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബ്രൊക്കോളി ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ സൈഡിൽ ഒരു ബ്രൊക്കോളി ഉണ്ടായിരുന്നു. ആ വളർന്നു വന്നപ്പോൾ ഞങ്ങൾ പൊട്ടിച്ചു കേട്ടോ. ഇത് പിന്നെ പുതിയത് വളരെ ഇതിപ്പോൾ എന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് എനിക്കൊന്നും അറിയില്ല കേട്ടോ. ഇനി ഞങ്ങൾ ഇത് പറിക്കാൻ പോവാ കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ പറിക്കണേ. ചീര ഇവിടെ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഞങ്ങൾ നല്ല പറിക്കാറുണ്ട്. ഇതിപ്പോൾ പൂ വന്നതിന് ശേഷം മൂട്ടുണ്ടാക്കുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പറിക്കണേ. അച്ഛൻ്റെ ചീര ഭയങ്കര ഇഷ്ടം. എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. അപ്പം അമ്മ നിർബന്ധിക്കുക മാത്രമേ ഞാൻ തിന്നാറുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ പിന്നെ എന്തോരം നാളായതുകൊണ്ട് പൊട്ടിക്കാതെ ചീരൊക്കെ ഫസ്റ്റൊക്കെ വെച്ച് മടുത്തായിരുന്നു. ഇപ്പോൾ പൊട്ടിക്കാത്ത കാരണം ഇപ്പോൾ അതൊക്കെ പുളിയൊക്കെ പൊട്ടിക്കാതെ പറഞ്ഞപ്പോൾ അതൊക്കെ പുളി കടിച്ചിട്ടുണ്ട്
പിന്നെ കുറേ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറിച്ചത് ബ്ലോഗിൽ ഇതൊക്കെ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ നിറയെ പറിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മള് രാത്രിക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് എടുക്കണേ കേട്ടോ. മൂന്ന് ആൾക്കാരായോണ്ട് കുറച്ച് മതി. അമ്മാണെങ്കിൽ നേരത്തെ പറിച്ചിട്ട് കുറച്ച് മതിയിട്ട്. ഇത് പിന്നെ നമ്മൾ ആവശ്യമുള്ള ടൈമിൽ മാത്രം കുറെ പറിക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. പിന്നെ ഇത് പിന്നെ നല്ല നല്ല ഇലക്കറി ആയതുകൊണ്ട് പിന്നെ നല്ല നല്ല ഹെൽത്തി ആണ് കേട്ടോ. പിന്നെ നമുക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഹെൽത്തി ആണ്. ഇത് നല്ലത് തരും. നമ്മളിത് എടുക്കണം കേട്ടോ. അപ്പൊ ഇത് ഇലക്കറിയൊക്കെ നല്ല ഇതായോണ്ട് തന്നെ വയറിനൊക്കെ നല്ല ഇതാക്കും. അപ്പൊ നിങ്ങളെ ഇലക്കറി എല്ലാവരും ഒക്കെ നല്ല വെക്കണം കേട്ടോ. ഇത് നല്ല ഹെൽത്തി ആട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ.